പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അതെന്താന്ന് വെച്ചാല് നമ്മൾ ആയുർവേദത്തിലേക്ക് ഒരു ചെറിയ കാര്യം. ആയുർവേദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ളതാണ്. നമുക്ക് ഏത് മേഖലയിൽ കിടക്കും വളരെ ചെറുതായി തുടങ്ങിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ആയുർവേദ മരുന്നുകളിട്ട് എണ്ണ കാച്ചുന്നു. സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട് ആയുർവേദ എണ്ണകൾ. അപ്പൊ അതിന് നമ്മളതിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് വെച്ചാല് സാധാരണ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയോ അല്ലാതെ നമ്മള് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കും. വെർജിൻ കോക്കനട്ട് ഓയിൽ. ആ വെളിച്ചെണ്ണയില് നല്ലൊരു മുടിയുടെ ആരോഗ്യത്തിന് എല്ലാ രീതിയിലും പറ്റുന്ന ഒരു എണ്ണ കാച്ചി കിട്ടും. അപ്പൊ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പുറത്തോട്ട് വരാം. നമ്മളെ തൊടിയിൽ തന്നെ പറിക്കുന്നു. ആലോവേറ ഇങ്ങനെ എടുക്കുവാണ്. ആദ്യമായിട്ട് തുളസിയില പറിക്കുന്നു. ഇത് രാമ തുളസിയാണ്. കൃഷ്ണ തുളസിയുടെ ഇല എടുക്കുവാണ്. അടുത്തത് നമ്മുടെ കറിവേപ്പില, നമ്മുടെ പനിക്കൂർക്കയുടെ ഇല പറിച്ചു. ഏറ്റവും നല്ല സാധനം ഇതാ ചെമ്പരത്തി പൂ പറിക്കണം. അതിനോട് നമ്മൾ എടുത്തേക്കുന്ന ഉലുവൈ കരിഞ്ജീരകം മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്നായി മുടി വളരുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ആയുർവേദ കാച്ച് തന്നെയാണ്. അപ്പൊ ആയുർവേദം നമ്മുടെ ഒരു ചികിത്സാ രീതി തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഇത് മുടികളിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇത് ഗുണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആയുർവേദത്തെ കുറിച്ച് കുറച്ച് പഠിച്ചിരിക്കണം. എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ. രണ്ടാമത് ഉലുവ, അതുപോലെ മുടി പൊട്ടിപ്പോവുക, താരന് ഇതൊക്കെ നല്ലതാണ്. കരിഞ്ജീരകം അതുപോലെ തന്നെ മുടിയുടെ കരുത്ത് കൂട്ടുന്നതിന് ഏറ്റവും നല്ലതാണ്. ചെമ്പരത്തി താഴി നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നത് മുടിയൊന്ന് വൃത്തിയാക്കാൻ, അത് മുടിയൊന്ന് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തി ഇല ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ തുളസി ഔഷധങ്ങളുടെ മാതാവ് എന്നാണ് തുളസി അറിയപ്പെടുന്നത്. തുളസി താരനും പേരിനൊക്കെ ഏറ്റവും നല്ലത്. കറിവേപ്പില നമ്മുടെ നെറ്റ് കയറുന്നുണ്ട്. പുതിയ മുടി വളരാതിരിക്കുക, വളരുന്ന മുടി കരുത്തായിട്ട് വരാതെ അവിടെ നിന്ന് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലതാണ് കറിവേപ്പില. ആലുവേല നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിന്നിന് ഒരു നല്ല തണുപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, മുടി നല്ല സ്ട്രോങ് വരാൻ വേണ്ടി തണുപ്പ് നിലനിർത്തുക, പിന്നെ ഒരു കോട്ടിംഗ് ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. ആദ്യം നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണാക്കും. 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2600 ഉണ്ട്. നല്ല മൂത്ത ഉണങ്ങിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മള് തേങ്ങ ഉപയോഗിച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു. ആ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അരക്കണം. കുറച്ച് വെള്ളം കറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അരിക്കാം അല്ലേ. അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. വെള്ളം അടിയിൽ തെളിഞ്ഞ് കിടക്കും. ഇത് നമ്മൾ 3 തേങ്ങയാണ് എടുത്തത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇപ്പൊ ഇതാകുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരു നൈറ്റ് മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിന്റെ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. തീയ വെച്ച് ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതൊക്കെ നല്ലൊരു ബിസിനസ് സാധ്യതകളാണ്. തലമുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. വളരെ ചെറുതായിട്ട് തുടങ്ങാൻ പറ്റിയാണ്. ഒരു മിഷന്റെ ആവശ്യം ഒന്നുമില്ല അല്ലെ. അതെ, നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടുണ്ട്. ഇതുപോലുള്ള ബിസിനസ്സുകളുടെ ഗുണം എന്ന് വെച്ചാൽ എത്ര ചെറുതായിട്ട് വേണമെങ്കിലും തുടങ്ങാം. നമ്മുടെ എണ്ണ തിളച്ചു വന്നു. ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് തീടൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ആയി വരും. ആയി വരുന്നുണ്ട്. ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടാ. അപ്പം നമുക്കിനി കുറച്ച് നേരം കൂടെ ഇളക്കി പറ്റിക്കാം. എണ്ണ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ കളറെല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ റെഡിയായിട്ടുണ്ട്. ഉപ്പ് 200 ഗ്രാം ഉണ്ട്. എത്ര എണ്ണ കിട്ടിയിട്ടുണ്ട് നോക്കാം. 3 തേങ്ങയാണ് എടുത്തത്. 2600 ഉണ്ടായിരുന്നല്ലേ. ഇതാണ് നമ്മുടെ എണ്ണ. നല്ല കളറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര എണ്ണ. അതായത് 150 ഗ്രാം എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണ കാച്ചാനുള്ള ഇടാകാം. ഓരോ നേരം എടുത്തിടുവാണ്. ഇതെല്ലാം അരച്ചെടുക്കാം. തുളസി ഇല, പനിക്കൂർക്ക ഇട്ടിട്ടുണ്ട്. നമ്മള് ചെമ്പരത്തി, നമ്മള് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മള് എണ്ണ കാച്ചി അതേ ചീനച്ചട്ടിയാണ് നമ്മുടെ. ചെറിയ ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഒഴിക്കല്ലേ. നല്ല ഉരുക്കെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതിന് എക്സ്പയറി ഒന്നുമില്ല. അതായത് മോശമാവുകയില്ല. നമ്മൾ നല്ല കുപ്പിക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോയും കാണുക.
എന്നിട്ട് ഒരു ചെറിയ ഇതായിട്ട് നമുക്കറിയുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി. നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, അതുപോലെ എങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകള് ഓർഡർ പിടിക്കുന്നതനുസരിച്ച് ആക്കിയാൽ മതി. ഇത് സൂക്ഷിപ്പ് കാലാവധി ഉണ്ട്, എത്ര വേണമെങ്കിലും ഉണ്ട്. നമ്മളെ കാച്ചിയ എണ്ണയാണ്, മോശമാകുകയില്ല. ഇതിനകത്ത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഇടുന്ന ഓരോ പച്ചിലയ്ക്കും ഓരോ ഗുണങ്ങളാണ് മുടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്. അത് നല്ല കുറഞ്ഞു വരുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുവാണ്. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇടുന്നത് മൊരിഞ്ഞു വരണം, നല്ല ആ കളർ മാറി. എണ്ണയ്ക്ക് കൂടുതൽ കറുത്ത് കഴിഞ്ഞാൽ എണ്ണയുടെ കളർ മാറി. ഇപ്പൊ നമ്മുടെ എണ്ണയ്ക്ക് അതേ കളർ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിച്ചെടുക്കുവാണ്. ഇതിപ്പോ ഇതിന് ആമസോണിൽ ഒരു 200 ഗ്രാമിന് കുപ്പിക്ക് 500-600 രൂപയൊക്കെയാണ് പറയുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പ്രൊഡക്റ്റ് വീട്ടിലുണ്ടാക്കിയ അത് മാന്യമായിട്ടുള്ള ലാഭം നമ്മൾ എടുക്കും. ഇതിപ്പോ നമ്മള് വളരെ ചെറിയ തോതിൽ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇതിന് വളർത്തിക്കൊണ്ട് വരണം. അതിന് ബിൽഡിംഗ് ആവശ്യമുണ്ട്, മിഷനറീസ് ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽസ് വാങ്ങണം. ഇതിനൊക്കെയുള്ള പണം നമ്മൾ തന്നെ ബിസിനസ്സിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് നഷ്ടങ്ങളെ വരുള്ളൂ. അപ്പൊ 150 ഗ്രാം എണ്ണയാണ് കിട്ടിയത്. 450-500 രൂപയ്ക്കുള്ള എണ്ണയുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്നെ ചോദിച്ചു മേടിക്കും. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് നമ്മളെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ എല്ലാ വീട്ടിലും ഒരു ബിസിനസ്, എല്ലാ വീട്ടിലും ഒരു ബിസിനസ്. അപ്പൊ ഇതുപോലെ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.